ഹലോ ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേസസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജർമ്മൻ ലാംഗ്വേജിൽ 4 കേസസ് ആണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോമിനാറ്റീവ്, സെക്കൻഡ് അക്വസേറ്റീവ്, തേർഡ് ഡാറ്റീവ്, ദെൻ ഗനറ്റീവ്. ആദ്യമായിട്ട് നമുക്ക് നോമിനാറ്റീവ് കേസസ് നോക്കാം. നോമിനാറ്റീവ് കേസസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓഫ് ആൻ ആക്ഷനാണ് നോമിനാറ്റീവ് എന്ന് പറയുന്നത്. അതായത് ആരാണോ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ നോമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു വെസ്റ്റിൻഡർ കേസ്, ഇൻവെസ്റ്റിൻഡർ കേസ് ആൻഡ് നെഗാറ്റീവ്. നമ്മളിനി വെസ്റ്റിൻഡർ കേസിൽ മസ്കുലൈൻ, ഫെമിനൈൻ, നോയിട്രം, പ്ലൂറലാണ് ഓരോ കേസിലും വരുന്നത്. വെസ്റ്റിൻഡർ കേസിലാവുമ്പോൾ വെസ്റ്റിൻഡർ മസ്കുലൈനിൽ വരുമ്പോൾ ദർ ആണ് ആർട്ടിക്കിൾ വരിക, ഫെമിനൈനിൽ ദി വരും, നോയിട്രം ദസ്, പ്ലൂറൽ ആർട്ടിക്കിൾ ദി ആണ്. ഇൻവെസ്റ്റിൻഡർ കേസ് വരുമ്പോൾ മസ്കുലൈൻ ഐൻ, ഫെമിനൈൻ ഐനെ, നോയിട്രം ഐൻ. പ്ലൂറലിൽ ഇൻവെസ്റ്റിൻഡർ കേസില്ല. നെഗാറ്റീവ് വരുമ്പോൾ മസ്കുലൈൻ കൈൻ, ഫെമിനൈൻ കൈനെ, നോയിട്രം കൈൻ, പ്ലൂറൽ കൈനെ. നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഷ്. ഇഷ് എന്ന് പറയുന്നത് ഐക്ക് പകരം നമ്മൾ ജർമ്മനിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇഷ്. ദു ഇൻഫോർമൽ, എർ ഹി, എസ് ഇറ്റ്, സി ഷീ, വിയർ വി, ഇയർ യു ഓൾ ഇൻഫോർമൽ യൂസായിട്ട് നമ്മൾ ഉപയോഗിക്കും. സി ക്യാപിറ്റൽ എസ് സി ആണെങ്കിൽ യു ഫോർമലും, സ്മോൾ ലെറ്റർ സി ആണെങ്കിൽ ദേയും ഉപയോഗിക്കും. അപ്പോൾ ഷീക്കും ദേയ്ക്കും നമ്മൾ സി തന്നെയാണ് ഉപയോഗിക്കുന്നത്. യു ഫോർമലിനും സി ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യു ഫോർമലിൻ്റെ എസ് ക്യാപിറ്റലായിരിക്കും. ബാക്കി സിക്കും ദേയ്ക്കും ഉപയോഗിക്കുന്ന സിയിൽ സ്മോൾ ലെറ്റർ ആയിരിക്കും എസ് വരിക. ഇനി നമുക്ക് വെർബ് കോൺജുഗേഷനെ കുറിച്ച് പഠിക്കാം. വെർബ് കോൺജുഗേഷൻ, റെഗുലർ വെർബ് പ്രത്യർത്ഥത്തിൽ റെഗുലർ വെർബാണെങ്കിൽ എങ്ങനെ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇഷ് സബ്ജക്റ്റ് വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ വരും. ദു ആണെങ്കിൽ വെർബ് സ്റ്റെം പ്ലസ് എസ് ടി. എർസിയസ് വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി. വിയർ ആണെങ്കിൽ വെർബ് സ്റ്റെം പ്ലസ് ഇ എൻ. ഇയർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ടി. സി അതായത് യു ഫോർമലും ദേയുടെയും സി വരുമ്പോൾ വെർബ് സ്റ്റെം പ്ലസ് ഇ എൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ വെർബിനെ കോൺജുഗേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ വോനൻ എന്ന് പറഞ്ഞ വെർബാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ടു ലീവ് എന്നാണ്. ഞാനിവിടെ വോനനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വോൺ കഴിഞ്ഞിട്ടൊരു സ്ലാഷ് ഇട്ടിട്ടാണ് ഞാൻ എൻ എഴുതിയിരിക്കുന്നത്. ഈ എന്നിന് മുന്നേ, സ്ലാഷിന് മുന്നേ ഉള്ള വേർഡിനെയാണ് നമ്മൾ വെർബ് സ്റ്റെം എന്ന് പറയുന്നത്. ഈ എന്നിനെ നമ്മൾ പറയുന്ന പേരാണ് എൻഡും ഓഫ് എ വെർബ് എന്ന് പറയുന്നത് ഇ എൻ. അപ്പോൾ നമുക്ക് ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. ഇഷ് വോനെ, ദു വോൺസ്റ്റ്, എർസിയസ് വോണ്ട്, വിയർ വോനൻ, ഇയർ വോണ്ട്, സി വോനൻ. ഒരു നോട്ടായിട്ട് പറയുകയാണെങ്കിൽ നോ ചേഞ്ചസ് ഹാപ്പൻസ് ടു ദ വെർബ് സ്റ്റെം ഇൻ ദ റെഗുലർ വെർബ്. റെഗുലർ വെർബിൽ വരുമ്പോൾ വെർബ് സ്റ്റെമ്മിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. ഒൺലി എൻഡും ചേഞ്ചസ് അക്കോർഡിംഗ് ടു സബ്ജക്റ്റ്. സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എൻഡും മാത്രമാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഫ് ദ വെർബ് എൻഡ്സ് വിത്ത് എസ്, സേ, ഡോപ്ലെറ്റ്സ് അല്ലത് എക്സെറ്റ് ആണ്. എസെറ്റ്. ഇപ്പോൾ വെർബ് എൻഡ് ചെയ്യുന്നത് എസ്സിൽ അല്ലെങ്കിൽ ഇസഡിൽ അല്ലെങ്കിൽ എസെറ്റിലാണെങ്കിൽ എസ് ടി എന്ന് പറയുന്നത് ചേഞ്ചസ് ടു ടി. എസ് ടി എവിടെ വരുന്നോ അത് ടിയിലേക്ക് ചേഞ്ച് ആവും. അതായത് ഡു ഫോമിൽ. ഡി യു ടി ആണ് എൻഡുന്ന് വരുന്നതെങ്കിൽ ദെൻ എസ് ടി ചേഞ്ചസ് ടു ഇ എസ് ടി എന്നാവും. ടി ചേഞ്ചസ് ടു ഇ ടി. അതായത് ഡു ഫോമിൽ ഇ എസ് ടി വെർബ് സ്റ്റെമിന് ശേഷം ഇ എസ് ടി ആഡ് ചെയ്യുക.
എർസിയസ് ഫോമിലാണ് നമ്മൾ ടി ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ടി വരുന്നിടത്ത് ചേഞ്ചസ് ടു ഇ ടി ആവും. ആ ഒരു കേസിൽ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് അവസാനം പറഞ്ഞ സെറ്റ് വരുമ്പോഴും പിന്നെ ടിയും ഡിയും എൻഡിങ് ആയിട്ട് വരുമ്പോഴും എങ്ങനെ വെർബ് ചേഞ്ച് ആവുന്നു നമുക്ക് നോക്കാം. ഞാനിവിടെ എത്തിക്കുന്ന എക്സാമ്പിൾ റൈസൺ. അതിൻ്റെ മീനിങ് വരുന്നത് ടു ട്രാവൽ. ഇഷ് റൈസെ, ദു റൈസ്ഡ്, എർസിയസ് റൈസ്ഡ്, വിയർ റൈസൺ, ഇയർ റൈസ്ഡ്, സിസി റൈസൺ. അടുത്തത് ആർബൈറ്റൻ. ഈ ആർബൈറ്റൻ എന്ന് പറയുന്നത് വാക്ക് ടു വർക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അത് വരുമ്പോൾ ഇഷ് ആർബൈറ്റെ, ദു ആർബൈറ്റസ്റ്റ്, എർസിയസ് ആർബൈറ്ററ്റ്, വിയർ ആർബൈറ്റൻ, ഇയർ ആർബൈറ്ററ്റ്, സിസി ആർബൈറ്റൻ. ഒരു എക്സാമ്പിൾ കൂടെ എൻ്റെ ഇതിലുണ്ട്. ആൻഡ്വാർട്ടൻ. ആൻഡ്വാർട്ടൻ്റെ മീനിങ് ടു ആൻസർ. ഇഷ് ആൻഡ്വാർട്ടെ, ദു ആൻഡ്വാർട്ടെസ്റ്റ്, എർസിയസ് ആൻഡ്വാർട്ടറ്റ്, വിയർ ആൻഡ്വാർട്ടൻ, ഇയർ ആൻഡ്വാർട്ടറ്റ്, സിസി ആൻഡ്വാർട്ടൻ. ആൻഡ്വാർട്ടനാണ്. ഇനി നമ്മൾ നോമിനാറ്റീവ് പൊസസീവ് പ്രൊനോമൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മൾ 4 ആയിട്ടാണ്: മസ്കുലൈൻ, ഫെമിനൈൻ, ന്യൂട്രം, പ്ലൂറൽ. ഓരോ കേസസിനും ഇത് എല്ലാ കേസസിനും കോമൺ ആയിട്ട് വരുന്നതാണ് മസ്കുലൈൻ, ഫെമിനൈൻ, ന്യൂട്രം ആൻഡ് പ്ലൂറൽ എന്ന് പറയുന്നത്. അതായത് ഇഷിന് മസ്കുലൈൻ വരുമ്പോൾ മൈൻ, ഫെമിനൈൻ വരുമ്പോൾ മൈനെ, ന്യൂട്രം മൈൻ, പ്ലൂറൽ മൈനെ. ദു ഡൈൻ, ഡൈനെ, ഡൈൻ, ഡൈനെ. എറും എസും വരുമ്പോൾ സൈൻ, സൈനെ, സൈൻ, സൈനെ. വിയർ വരുമ്പോൾ ഉൻസ്, ഉൻസറെ, ഉൻസ്, ഉൻസറെ. ഇയർ വരുമ്പോൾ ഒയർ, ഒയറെ, ഒയർ, ഒയറെ. സി യു ഫോർമലിൻ്റെ സി ആണ്. ഇയർ, ഇയറെ, ഇയർ, ഇയറെ. സി ദേക്ക് യൂസ് ചെയ്യുന്ന സി വരുമ്പോഴും ഇയർ, ഇയറെ, ഇയർ, ഇയറെ. ഇവിടെ സിക്ക് ക്യാപിറ്റൽ ഐ ആണ് വരുന്നത് കേട്ടോ. ക്യാപിറ്റൽ ഐ ആണ് വരിക എല്ലാത്തിലും. Then we will go to the next slide. ഇനി വെർബ് കോൺജുഗേഷൻ. സൈൻ്റെയും ഹാബൻ്റെയും വെർബ് കോൺജുഗേഷൻ എങ്ങനെയാണെന്ന് പഠിക്കാം. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി എന്നാണ് മീനിങ്. ഇഷ് ബിൻ, ദു ബിസ്ത്, എർസിയസ് ഇസ്ത്, വിയർ സിന്ത്, ഇയർ സായിദ്, സിസി സിന്ത്. ഹാബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ്, ടു ഹാവ് സംതിങ്, അതിനാണ് ഹാബൻ എന്ന് പറയുന്നത്. ഇഷ് ഹാബെ, ദു ഹാസ്റ്റ്, എർസിയസ് ഹാറ്റ്, വിയർ ഹാബൻ, ഇയർ ഹാപ്റ്റ്, സിസി ഹാബൻ. ഇനി ഉൻറീഗൽമാസിക വെർബൻ പഠിക്കാം, എങ്ങനെയാണ് കോൺജുഗേറ്റ് ചെയ്യുന്നത്. ഉൻറീഗൽമാസിക വെർബൻ എന്ന് പറഞ്ഞാൽ ഇറഗുലാർ വെർബിനാണ് ഉൻറീഗൽമാസിക വെർബൻ എന്ന് പറയുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ സ്പ്രെഷൻ, ടു സ്പീക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. ടു സ്പീക്ക്. ഇഷ് സ്പ്രെഷെ, ദു സ്പ്രിഷ്ട്, എർസിയസ് സ്പ്രിഷ്ട്, വിയർ സ്പ്രെഷൻ, ഇയർ സ്പ്രിഷ്ട്, സിസി സ്പ്രെഷൻ. അടുത്തൊരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത് ലേസൺ ആണ്. ലേസൺ മീനിങ് ടു റീഡ്. ഇഷ് ലേസെ, ദു ലീസ്റ്റ്, എർസിയസ് ലീസ്റ്റ്, വിയർ ലേസൺ, ഇയർ ലെസ്റ്റ്, സിസി ലേസൺ.